അല്ല, ആ കുട്ടി ഡൈവേഴ്സ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. ആ കുട്ടി ഡൈവേഴ്സ് അല്ല. ഞാൻ ഈ പറയുന്ന തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം. ഞാൻ ഈ രാഹുൽ ഈശ്വർ പറയുന്നത് ഈ തെറ്റാണെങ്കിൽ അതിജീവിതയെ അറസ്റ്റ് ചെയ്തു, അതിജീവിതയെ അപമാനിച്ചു എന്ന പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യണം. 2022 ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം, ഡേറ്റ് എനിക്കറിയാം. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടെങ്കിൽ അങ്ങ് എടുത്താൽ മതി. 2024 ഓഗസ്റ്റിന് കല്യാണം കഴിച്ച് ഈ കുട്ടി ഇതുവരെ ഡിവോഴ്സ്ഡും അല്ല. അപ്പോൾ ഭർത്താവിനെ ചതിച്ചു, കാമുകനെ പറ്റിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ ആ പെൺകുട്ടിയെ നമ്മൾ വിളിക്കുന്ന പേര് അതിജീവിത. അപ്പോൾ ഈ നിർബന്ധിച്ച് ഈ ഗർഭചിത്രം നടത്തി അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുന്നു. ആ പെൺകുട്ടി സ്വന്തമായിട്ടല്ലേ മരുന്ന് കഴിച്ചത്? അല്ല, രാഹുൽ നിർബന്ധിച്ചാണെന്ന് വീഡിയോ കോൾ അടക്കം നിർബന്ധിച്ചിട്ട് കോളി വന്ന് പറഞ്ഞു. ഇവർ പരസ്പര സമ്മതത്തോടെയല്ലേ. ഈ നിർബന്ധിച്ചു എന്നൊരു വാക്ക് എല്ലാത്തിനെയും കൂടെ കയറ്റിയാൽ നിർബന്ധിത ഗർഭചിത്രം ആകൂ. ആ പെൺകുട്ടിയുടെ വായിലേക്ക് വന്ന് ബോധപൂർവ്വം നിർബന്ധപൂർവ്വം തുറന്ന് വായിലേക്ക് ഇട്ടുകൊടുത്ത് കുടിപ്പിച്ചൊന്നും അല്ലല്ലോ. ആ പെൺകുട്ടി സ്വയം, രാഹുൽ അടുത്തുപോലും ഇല്ലായിരുന്നല്ലോ. ഈ രാഹുൽ ബാംഗ്ലൂരിനാണ് ഈ 18 വയസ്സ് കൂടുതലുള്ള കുട്ടിയല്ലേ. പോക്സോ ഒന്നും അല്ലല്ലോ, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അത്യാവശ്യം പ്രായവും ഉത്തരവാദിത്വവും അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന കുട്ടിയൊക്കെ അല്ലേ. അപ്പോൾ ഈ നിർബന്ധിച്ച് കഴിപ്പിച്ചൊന്നും, ഈ കുട്ടിയുടെ കൺസെൻറ്റോടുകൂടിയല്ലേ കഴിച്ചത്, കൺസെൻറ്റോടുകൂടിയല്ലേ കുട്ടി ഉണ്ടായത്. പെട്ടെന്ന് എങ്ങനെ ലൈംഗികത കഴിഞ്ഞ് കൺസെൻറ്റ് ഇല്ലാതായോ? അവിടെയാണ് ആണുങ്ങളെ കൊടുക്കാൻ എന്ത് എളുപ്പമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പരസ്പര സമ്മതപ്രകാരം ലൈംഗികതയിൽ ഏർപ്പെട്ടിട്ട് നിർബന്ധിച്ചതാണെന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥമാണ് ഉള്ളത്? അതെങ്ങനെ നിലനിൽക്കും? നാളെ ആർക്കെതിരെ അത് പറഞ്ഞുകൂടെ?